പുലി ഭീതിയിലാണ് അട്ടപ്പാടി. പുലിയെ പേടിച്ച് ഒരു സ്കൂളിന് 2 ദിവസം അവധി തന്നെ പ്രഖ്യാപിച്ചു. പുലിയെ ഭയന്ന് അടച്ചിട്ട മുള്ളി ട്രൈബൽ GLP സ്കൂൾ നാളെ തുറക്കും. വന്യജീവി ശല്യം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്ന വനംവകുപ്പിന്റെ ഉറപ്പിലാണ് സ്കൂൾ നാളെ തുറക്കുന്നത്. 60ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിനടുത്ത് കഴിഞ്ഞ ദിവസം പുലി എത്തിയിരുന്നു. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. ഒരു പുലിയെ പേടിച്ച് സ്കൂളിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയാത്ത സാഹചര്യം, സ്കൂൾ അടച്ചിടുന്ന സാഹചര്യം, അതിലൂടെ അട്ടപ്പാടി കടന്നു പോവുകയാണ്. അടച്ചിടുന്നതിന് മുൻപുള്ള സംവിധാനത്തിൽ നിന്ന് എന്ത് മാറ്റമാണ് ഈ 2 ദിവസം കൊണ്ട് വനംവകുപ്പ് വരുത്തിയത്? എല്ലായിടത്തും കൊടുക്കുന്നത് പോലെയുള്ള ഒരു ഉറപ്പ് മാത്രമേ ഉള്ളൂ? സുജയ, അട്ടപ്പാടി മുള്ളി ട്രൈബൽ GLP സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം പുലി എത്തിയത്. പുലി എത്തുക മാത്രമല്ല, അധ്യാപകരുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന് മുന്നിലുണ്ടായിരുന്ന നായയെ പുലി പിടിച്ചു പോവുകയും പിന്നീട് സ്കൂൾ കോമ്പൗണ്ടിൽ വരെ പുലി എത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. രക്ഷിതാക്കൾ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചതോടുകൂടിയാണ് പിന്നീട് സ്കൂള് 2 ദിവസത്തേക്ക് അടച്ചിടാനുള്ള ഒരു തീരുമാനം സ്കൂൾ അധികൃതർ സ്വീകരിച്ചത്. പക്ഷേ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള നിരീക്ഷണ സംവിധാനവും അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനവും ഒരുക്കാമെന്നുള്ള ഉറപ്പിന് മേൽ എന്തായാലും സ്കൂൾ നാളെ മുതൽ തന്നെ തുറന്ന് പ്രവർത്തിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത്. വനമന്ത്രിക്ക് സ്കൂൾ പരിസരത്ത് കൂടുതൽ സുരക്ഷ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂൾ അധികൃതർ ഒരു കത്ത് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പുലിയെ പിടികൂടാനുള്ള ഒരു കൂട് സ്ഥാപിക്കണം, അതിനോടൊപ്പം തന്നെ സ്കൂൾ പരിസരത്ത് കൃത്യമായി നിരീക്ഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള ക്യാമറയും ഉയർന്ന ഹൈറ്റുള്ള കമ്പിവേലിയും ഒരുക്കണമെന്നുള്ളതാണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ വനം മന്ത്രിയോട് ആവശ്യപ്പെട്ടുള്ളത്. മാത്രമല്ല, നാളെ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു അദാലത്ത് യോഗം നടക്കുന്നുണ്ട്. ഈ അദാലത്ത് യോഗത്തിലും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിവേദനവും ആവശ്യവും അധ്യാപകർ ഈ യോഗത്തിലും ഉന്നയിക്കും. എന്തായാലും വനംവകുപ്പ് നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ ഉറപ്പിലാണ് നാളെ വീണ്ടും ഈ മുള്ളിയിലെ ട്രൈബൽ GLP സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നത്, വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾ വിടുകയും ചെയ്യുന്നത്. ഏതായാലും വൈകുന്നേരം 7 മണി മുതൽ തന്നെ പുലിശല്യം ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് അധ്യാപകരും നാട്ടുകാരും ഉറപ്പ് വിശ്വസിക്കാം. സ്കൂൾ തുറക്കാൻ പോവുകയാണ്. കുട്ടികളുടെ ഒരു സുരക്ഷ അത് ഉറപ്പാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.